ഓക്കെ, എന്താണ് ലൈഫ് ഇസ് എ പ്രോബബിലിറ്റി എന്നാണ് പറയാറ്. സോ അതേപോലെ +1 മാത്തമാറ്റിക്സിൽ അവസാനത്തെ ഒരു ചാപ്റ്ററാണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് വരാൻ സാധ്യതയിൽ NCERT എക്സാമ്പിൾ കോഴ്സസ് നമുക്ക് നോക്കാം. ഇതിലെന്തൊക്കെയോ എന്താണ് എക്സോസ്റ്റീവ് ഇവൻറ്റ്സ്, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് എന്നെല്ലാം പറയുന്നത് കാണുന്നുണ്ട്. ഇതെന്തോടെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലേ? എന്താ സുഹൃത്തെ? പേജ് നമ്പർ 302 എക്സാമ്പിൾ 5ഉം പേജ് നമ്പർ 306 എക്സാമ്പിൾ 6ഉം ചെയ്യാം. അതിൽ എക്സാമിന് വരൂ. പേജ് നമ്പർ 30 ഓക്കെ 302, 303, 305 എക്സാമ്പിൾ 8 ചെയ്യാം. എക്സാമിന് വരൂ. അയ്യോ വരണ്ടു സുഹൃത്തെ. പിന്നെ എന്താണ് അത്ര ക്വസ്റ്റ്യൻസ്, നിങ്ങൾ ഇത്ര ക്വസ്റ്റ്യൻസ് എൻ്റെ ഭാഗമായിട്ട് ചെയ്തു നോക്കുക. അപ്പോൾ നമ്മളിൽ NCERT ക്വസ്റ്റ്യൻസിലേക്ക് വരുന്ന സമയത്ത് ഞാൻ എക്സസൈസ് 16.1ഉം 6 അതായത് ഇപ്പോൾ നിങ്ങൾ 16 പോയിൻ്റ് ആയിരിക്കും, നിങ്ങൾ 14 പോയിൻ്റ് ആയിരിക്കും. കാരണം ഇപ്പോൾ 14 ചാപ്റ്റേഴ്സിൽ 2 ചാപ്റ്റേഴ്സ് ആക്ച്വലി ഡിലീറ്റഡ് ആണ്. അതായത് ഞാൻ പഠിക്കുന്ന കാലത്ത് പക്ഷേ അത് ഉണ്ടായിരുന്നു, പക്ഷേങ്കിൽ ഞാൻ പഠിക്കുന്ന കാലത്ത് തന്നെ അത് ഡിലീറ്റും ചെയ്തു. അതായത് എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനും മാത്തമാറ്റിക്കൽ റീസണിങ്ങോ 2 കുഞ്ഞ് ചാപ്റ്റേഴ്സ് ഡിലീറ്റ് ആയിക്കഴിഞ്ഞാൽ അതുകൊണ്ട് ഇപ്പോൾ 14 ചാപ്റ്റേഴ്സില്ല. അപ്പോൾ നിങ്ങളിൽ 14.1ഉം 14.2 ഉണ്ടാവുക. ഇതെല്ലാം വളരെ സിമ്പിളായിട്ടുള്ള കോഴ്സസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ എന്താണ് ഐ എം ഇൻട്രസ്റ്റഡ് ഇൻ എക്സസൈസ് 14.3. നിങ്ങൾ 16.3 എന്നാണ് കാണുന്നുണ്ടാവുക. പോട്ടെ 14.3 ഐ എം ഇൻട്രസ്റ്റഡ് ഇൻ 14.3. ഒരു കാര്യം ചെയ്യാം, ഇതിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസ് എക്സാമിന് വരാൻ സാധ്യതയില്ലുണ്ട്. ആദ്യം ഞാൻ സ്ക്രീൻഷോട്ട് എടുക്കാൻ അവസരം തരാം എല്ലാത്തിൻ്റെയും. പിന്നെ NCERT എക്സാമ്പിൾസ് എല്ലാം സ്ക്രീൻഷോട്ട് എടുത്തോ. പിന്നെ ഞാൻ ഒരു 12 ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ ഭാഗമായിട്ട് ടോട്ടൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു പേജ് ഫുള്ള് സ്ക്രീൻഷോട്ട് എടുക്കാം. അതേപോലെ ഈ ഒരു അടുത്ത പേജും ഫുള്ള് സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. ഈ ഒരു പേജും കംപ്ലീറ്റ് സ്ക്രീൻഷോട്ട് എടുക്കാം. ഇതെല്ലാം വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതെല്ലാം എന്തുകൊണ്ട് വന്നൂടെ? വരാം. എന്താണ് ഞാൻ പറഞ്ഞില്ല, പ്രോബബിലിറ്റി, ലൈഫ് ഇസ് എ പ്രോബബിലിറ്റി. ഓക്കെ, ഈ ഒരു കംപ്ലീറ്റ് പേജും സ്ക്രീൻഷോട്ട് എടുക്കാം. ഈ ഒരു പേജും കംപ്ലീറ്റ് സ്ക്രീൻഷോട്ട് എടുക്കാം. ഈ ഒരു പേജും കംപ്ലീറ്റ് സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. ഈ ഒരു പേജും കംപ്ലീറ്റ് സ്ക്രീൻഷോട്ട് എടുത്തോ. ഈ ഒരു പേജും കംപ്ലീറ്റ് സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. ഈ ഒരു പേജും സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. ഈ ഒരു പേജും സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. എനിക്ക് നിങ്ങളെ മോഡൽ എക്സാമിന് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു വന്നത്. നിങ്ങൾ ഇന്ന് എഴുതിയ, അതായത് ഇന്ന് മാത്സിൽ എഴുതിയ, അതായത് ഇന്നാണല്ലോ മാത്സ് എക്സാം കഴിഞ്ഞത്. ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് 21 ഫെബ്രുവരി 2025 ഇന്നാണ് നിങ്ങൾ +1 മാത്തമാറ്റിക്സിൻ്റെ മോഡൽ എക്സാം കഴിഞ്ഞത്. എനിക്ക് അറിയാൻ പറ്റി. അതിൽ ഇങ്ങനത്തെ ഒരു NCC NSSൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു കണ്ടത്. അപ്പോൾ ഇതെല്ലാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഏടുന്ന ക്വസ്റ്റ്യൻ വരുന്നതെന്നുള്ളത്. അപ്പോൾ ഇതാ ഈ പറഞ്ഞ സെലക്റ്റഡ് എക്സംപ്ലർ പ്രോബ്ലംസും 1, 2 ഇവിടെല്ലാം ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാൻ ഇതെല്ലാം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തോ. ഒന്ന് നോക്കണം, കണ്ണും പൂടി സ്ക്രീൻഷോട്ട് എടുത്തോ. നിങ്ങൾ വിചാരിക്കണ്ടാവില്ല എങ്ങനെ കണ്ണും പൂടി സ്ക്രീൻഷോട്ട് എടുത്തോ. അതിങ്ങനെയാണെന്ന് എനിക്കും അറിയില്ല, പക്ഷേങ്കിൽ ഇതും സ്ക്രീൻഷോട്ട് എടുത്തോ. അതവിടെ പാറിപ്പോയാലുണ്ട്. സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. ഈ ഒരു പേജും കംപ്ലീറ്റ് സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഈ സെലക്ട് എക്സാമ്പിൾ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ വരാൻ സാധ്യതയിൽ സ്ക്രീൻഷോട്ട് എടുക്കാൻ അവസരം തന്ന സ്ഥിതിക്ക് ഇനി എൻ്റെ വകയിലില്ല, ഇനി എൻ്റെ കലാപരിപാടികൾ. 3 of 6 വെർട്ടിസസ് ഓഫ് എ റെഗുലർ ഹെക്സഗൺ. എന്താണ് ഹെക്സഗൺ? നമ്മൾ ബെൻസീൻ റിംഗ് ഇരിക്കുന്ന മാതിരിയുള്ള സാധനമാണ് ഹെക്സഗൺ എന്ന് പറയുന്നത്. ഇത് കാണുമ്പോൾ എനിക്ക് ബെൻസീൻ ഓർമ്മ വരുന്നത്. 2, 3 ഡബിൾ ബോണ്ട് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഇത് ബെൻസീൻ ആയല്ലോ, നല്ല രസമുണ്ട് കാണാൻ. ആർ ചൂസൺ എറ്റ് റാൻഡം. വാട്ട് ഇസ് എ പ്രോബബിലിറ്റി? അപ്പോൾ ഈ 6 വെർട്ടിസസ് ഉണ്ടല്ലോ, 1, 2, 3, 4 ABCDEF വരെ ഉണ്ടല്ലോ. അതിൽ 3 സെലക്ട് ചെയ്തോണ്ട് റാൻഡം. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ ട്രയാങ്കിൾ വിത്ത് ദീസ് വെർട്ടിസസ് ആർ ഇക്വലാറ്ററൽ? അപ്പോൾ എന്താണ് ഇത് വെച്ചിട്ടുണ്ടാക്കുന്ന ട്രയാങ്കിൾ 3 പോയിന്റ്സ് വെച്ചാൽ നമുക്ക് ഇതിപ്പോൾ ഇത് നോക്ക്, ഇങ്ങനെ വരച്ചാൽ നമുക്കൊരു ട്രയാങ്കിൾ കിട്ടില്ല. അപ്പോൾ ഇങ്ങനത്തെ എത്ര കേസസ് ആണ് ഇക്വലാറ്ററൽ ആവാനുള്ള സാധ്യത? അപ്പോൾ ABCDF ഇസ് എ റെഗുലർ ഹെക്സഗൺ. 6 സൈഡിലെ വെർട്ടിസസിലൊരു അതായത് ഒരു ജോമെട്രിക്കൽ ഷേപ്പാണ്. ടോട്ടൽ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് എന്ന് പറയുന്നത് എന്താണ്? 6 എണ്ണത്തിൽ 3 എണ്ണം. അപ്പോൾ 63 കോമ്പിനേഷൻ. അപ്പോൾ എന്താ 20. സിൻസ് നോ 3 പോയിന്റ്സ് ആർ കോളീനിയർ. 3 പോയിന്റ് കോളീനിയർ ഇല്ലാത്തതുകൊണ്ട് 63. ഔട്ട് ഓഫ് ദിസ് ഓൺലി ട്രയാങ്കിൾ ACE. ഏതല്ല ACE എന്ന് പറയുന്നത്? ACE, അതായത് ഇങ്ങനെ ACE, പിന്നെ BDF. ഇത് കണ്ട ഇതിപ്പോൾ സ്റ്റാർ വെച്ചാൽ മതിയായിരിക്കുമല്ലോ. ഇത് ആർ ഇക്വലാറ്ററൽ. ഇതും പിന്നെ ഇതും മാത്രം ഇക്വലാറ്ററൽ ഉള്ളൂ. ബാക്കിയൊന്നും എങ്ങനെ ട്രയാങ്കിൾ വരച്ചാൽ ഇക്വലാറ്ററൽ ആവില്ല. അപ്പോൾ പ്രോബബിലിറ്റി ഇത്ര ഇതിൽ 2 എണ്ണേ ഉള്ളൂ. അപ്പോൾ എന്താണ് ഈ പറഞ്ഞ ടോട്ടൽ കേസസ് 20 ട്രയാങ്കിൾസ്, അതായത്
ഇൻ എൻ വെർട്ടിസസ് ഓഫ് എ റെഗുലർ പോളിഗൺ നമ്പർ ഓഫ് ട്രയാങ്കിൾ. അപ്പോൾ എൻ വെർട്ടിസസിലെ ഒരു റെഗുലർ പോളിഗൺ ഉണ്ട്, അതിൻ്റെ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് കാണിക്കുന്ന ജനറൽ ഇക്വേഷനാണ് NC3. ഇപ്പോൾ N6 ആണെങ്കിൽ 6C3, N7 ആണെങ്കിൽ 7C3. മനസ്സിലായല്ലോ. അപ്പോൾ ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 20 ആണ്. അപ്പോൾ ഗിവൺ പ്രോബബിലിറ്റി, അതായത് പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു ഗിവൺ നമ്പർ ഓഫ് ഔട്ട്കംസ് ഡിവൈഡ് ബൈ ടോട്ടൽ ഔട്ട്കം. ഗിവൺ നമ്പർ ഓഫ് ഔട്ട്കം, ഗിവൺ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് എത്ര നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഈക്വലായിട്ട് ട്രയാങ്കിൾ എത്ര 2, ടോട്ടൽ എത്ര ഉണ്ട് 20. അപ്പോൾ 2/20 1/10. ദിസ് വിൽ ബി ദ ഫൈനൽ ആൻസർ. ഈ ഒരു ക്വസ്റ്റൻ ഏതായാലും എന്താണ് ഞാൻ സ്ക്രീൻഷോട്ട് എടുക്കാൻ അവസരം തന്നതാണ്. ഇതത്തെ എന്തായാലും ഞാൻ കാരണം വലിയ ക്വസ്റ്റൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഇത് 3 coins ആർ ടോസ് ടുഗദർ ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ്. ഇതെന്തായാലും എക്സാമിന് നിങ്ങൾ പഠിച്ചു നോക്കണം. 3 ഹെഡ് 2 ഹെഡ്, ഇതിൻ്റെ കുറേ കേസസ് വരുന്നത്. അറ്റ്ലീസ്റ്റ് 2 ഹെഡ് ഇങ്ങനെയെല്ലാം പറയുമ്പോൾ അതിൻ്റെ വേർഡ്സ് തമ്മിൽ മനസ്സിലായി. അറ്റ്ലീസ്റ്റ് 2 ഹെഡ് എന്ന് പറയുമ്പോൾ മിനിമം 2 ഹെഡ് വരണം, നോ ഹെഡ്. അറ്റ്മോസ്റ്റ് എന്ന് പറയുമ്പോൾ 2 ഹെഡ് വരെ വരാം. അതായത് എന്താണ് തീരെ ഹെഡില്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ ഒരു ഹെഡില്ലാത്ത അവസ്ഥ. മാക്സിമം പോയാൽ അറ്റ്ലീസ്റ്റ് എന്ന് പറയുമ്പോൾ മിനിമം, അറ്റ് മോസ്റ്റ് എന്ന് പറയുമ്പോൾ മാക്സിമം 2 വരെ വരാം. 0 വന്നാലും കുഴപ്പമില്ല, പക്ഷേ മാക്സിമം 2 വരെ പറ്റുള്ളൂ. പിന്നെ എക്സാക്ട്ലി എന്ന് പറയുമ്പോൾ 2 എണ്ണം എക്സാക്ട്ലി വരുന്നത്. അറ്റ്മോസ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ അറ്റ്മോസ്റ്റ് എന്ന് പറയുമ്പോൾ മാക്സിമം വരെ, നോ ടെയിൽ 3 ടെയിൽ. അപ്പോൾ ഈ കേസ് നിങ്ങൾ നിർബന്ധമായിട്ട് ഇതിൻ്റെ എന്താണ് മറ്റേ ഈ പറയുന്ന കോയിനിൻ്റെ ടോസ് എന്ന നിർബന്ധം നിങ്ങൾ പഠിച്ചു നോക്കണം. ഇത് വീണ്ടും ഒന്നിക്കിൽ വേണ്ടിക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ അവസരം തരാം. ഓക്കെ, ഞാൻ ഈ ഒരു 2 ക്വസ്റ്റ്യൻ കൂടി ഡിസ്കസ് ചെയ്തിട്ട് ഇന്നത്തെ പാർട്ട് അവസാനിപ്പിക്കാം. നമുക്ക് ഇനിയും ദിവസം ഉണ്ടല്ലോ, സമയം തീർന്നിട്ടില്ല. അപ്പോൾ ഞാൻ തിരക്ക് കാണിക്കുന്നില്ല, നമുക്ക് മെല്ലനെ തന്നെ തീർക്കാം. ഒരു 4 ദിവസം തന്നെ വേണ്ടിക്കിൽ എടുത്തിട്ട് തീർക്കാം, അല്ല 3-4 ദിവസം തന്നെ എടുത്തിട്ട് തീർക്കാം. എ കോയിൻ ഇസ് ടോസ്റ്റഡ് ട്വൈസ്. നമ്മളെ കോയിൻ എൻ്റെ അടുത്ത് യെസ് കോയിനുണ്ട് സുഹൃത്തെ. ഇതെന്തേനു ഇത് ഹെഡ്, ഇതെന്തേനും ടെയില്. ഇതിങ്ങനെ മറ്റേ ഇങ്ങനെ കാണിക്കാൻ പറ്റുമോ എനിക്ക്? നോക്കാം. ഓക്കെ, ഞാൻ മറ്റേ നമ്മളെ IPL എല്ലാം കാണുന്ന മാതിരി എന്താണ് റഫറിയാണ്, ടോസ് ഇടാൻ പോവാണ്. ഓക്കെ, എന്തായിരിക്കും ഹെഡ്സ് ഓർ ടെയിൽ നോക്കാം. യെസ്, ടെയിൽസ് ഇസ് ദ കോൾ. അപ്പോൾ ഞാൻ എന്തായാലും ബാറ്റിംഗ് സെലക്ട് ചെയ്തിട്ടാണ് നോക്കാം. അപ്പോൾ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് അറ്റ്ലീസ്റ്റ് 1 ടെയിൽ ഓക്കേഴ്സ്. ഓക്കെ, കോയിൻ ഇസ് ടോസ്ഡ് എന്ന് പറയുമ്പോൾ അതിൽ 4 സാധ്യതയുണ്ട്. ഒന്നിക്കൽ അതായത് 2 കോയിൻ. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു കോയിന് ടോസ് ചെയ്തു, വീണ്ടും ഒരു പ്രാവശ്യം വീണ്ടും ഇങ്ങനെ ടോസ് ചെയ്ത്, അപ്പോൾ ഈ പ്രാവശ്യം എന്താ കിട്ടിയത്? വീണ്ടും ടെയിൽസ്. എനിക്ക് ഭയങ്കര ഭാഗ്യമാണല്ലോ, ടെയിൽസ് തന്നെ കിട്ടുന്നല്ലോ. അപ്പോൾ എന്താ 2 ഹെഡ് വരാം, ഒരു ഹെഡും ഒരു ടെയിലും വരാം, ഒരു ടെയിലും ഒരു ഹെഡും വരാം, 2 ടെയിൽ വരാം. അപ്പോൾ അറ്റ്ലീസ്റ്റ് 1 ടെയിൽ എന്ന് പറയുമ്പോൾ എന്താ മിനിമം ഒരു ടെയിലെങ്കിലും ഉണ്ടാവണം. അപ്പോൾ 2 ഹെഡിലെ കേസ് പറ്റില്ല. ഇവിടെ ഒരു ഡീലുണ്ട്, ഇവിടെ ഒരു ഡീലുണ്ട്, മിനിമം ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഫേവറബിൾ ആണ്. ഓക്കെ, 3. അപ്പോൾ റിക്വയർഡ് പ്രോബബിലിറ്റി നമ്പർ ഓഫ് ഫേവറബിൾ ആക്കും ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ്, അതായത് നമ്പർ ഓഫ് ഫേവറബിൾ എത്രയാണ് 3, ടോട്ടൽ എത്ര ഉണ്ട് 4. അപ്പോൾ 3/4, അപ്പോൾ 0.75% ആയിട്ട് വരും. കാരണം പ്രോബബിലിറ്റി ലൈസ് ബിറ്റ്വീൻ 0 and 1, അത്രയേ ഉള്ളൂ. ഇനി 3ാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഡൈ ഈസ് ത്രോൺ. ഡൈ എന്ന് പറയുമ്പോൾ എന്താടാ എൻ്റെ അടുത്ത് ഉണ്ടേനോടാ ഡൈ കാണുന്നില്ല. ഞാൻ പണ്ട് എന്താ പറയുക ലൂഡോ എല്ലാം കളിക്കുന്ന നമ്മൾ ഡൈ ഇല്ലേ സാധനം. അപ്പോൾ അതിലെന്തുണ്ട്, ഡൈ ഇങ്ങനെ വരക്കുന്നതാണെങ്കിൽ ഈ പറഞ്ഞ ഇതുണ്ടാവും അതിൽ, ഇങ്ങനെ വരച്ചതായിട്ട് ശരിയായിട്ടില്ല. പക്ഷെ എന്തുണ്ട്, ഇവിടെ ഒരു നമ്മൾ 6 0 സാധനം ഉണ്ടാവും, ഇവിടെ ഒരു 4 0, ഇവിടെ 1, പിന്നെ ഇവിടെ 2, ഇവിടെ താഴെയാണെങ്കിൽ ഒരു 3, പിന്നെ ഞാൻ വിട്ടുപോയത് 5 അല്ല. ഓക്കെ, ഇതാണ് ഡൈ എന്ന് പറയുന്നത്. ഈ ഡൈന്ന് നമ്മൾ ലൂഡോ കളിക്കുമ്പോഴും മറ്റേ ഏണിയും പാമ്പെല്ലാം കളിക്കുമ്പോൾ ഇങ്ങനെ ചുരുട്ടിയിട്ടിട്ട് ഇങ്ങനെ ചാടുമല്ലോ. നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ 6 കിട്ടിക്കഴിഞ്ഞാൽ മറ്റേ ലൂഡോയിലാണെങ്കിൽ ഇങ്ങനെ റൗണ്ടിൽ നിൽക്കുന്ന നമ്മളെ ഇപ്പോൾ എന്താണ് 4 റൗണ്ട് ഉണ്ടാവുമല്ലോ, അതിൽ നമുക്ക് ഇതിനെ പുറത്തെടുത്തിട്ട് ഇതിനെ കളത്തിലേക്ക് ഇറക്കാം. അഥവാ എന്താണ് 1 കിട്ടിയാലോ അല്ലെങ്കിൽ 1 വരെ 5 കിട്ടിയാലോ ഇറക്കാൻ പറ്റൂല. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾക്കൊരു ഫീൽ കിട്ടേണ്ടിയിട്ടാണ് കളീനെ പറ്റിയിട്ട്. അപ്പോൾ നിങ്ങൾ എന്താണ് ഭയങ്കര നൊസ്റ്റാൾജിയ. ഭയങ്കര ചെറുപ്പത്തിൽ എന്താ പറയുക ഫ്രണ്ട്സിൻ്റെ ഒപ്പരോ ഈ ഏണിയും പാമ്പെല്ലാം കളിക്കുക എന്ന് പറയുന്നത് ഭയങ്കര രസമാണോ. ഓരോരുത്തരെ പറ്റിയിട്ട് തമാശ പറയുക, ചിരിക്കുക, അവരെന്താ പറയേണ്ടത്. ഇതിങ്ങനെ ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട്, അതായത് ഞാനിവിടെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മുമ്പിൽ ഞാൻ ഇവിടെ എനിക്കിപ്പോൾ ഇതിങ്ങനെ, അതായത് എൻ്റെ സാധനം ഇങ്ങനെ നിൽക്കുന്നത്, എൻ്റെ പറയുന്ന സംഭവം ഇങ്ങനെ നിൽക്കുന്ന ഈ ചങ്ങേൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. എനിക്ക് 1 കിട്ടിയിട്ട് ചങ്ങനെ അടിച്ചിട്ട് പൂം, ആ ചങ്ങ മൊത്തം എന്ന് പറയേണ്ടത് ബാക്കോട്ട് പോയി എവിടെയാണ് സ്റ്റാർട്ടിങ് പൊസിഷനിൽ വീണ്ടും. എന്തൊരു സുഖമാണെന്ന് പറയാം, ആ ഒരു ഫീലിംഗ്. ഒരു പിന്നിൽ നിന്ന് കുത്തുകയെന്ന് പറയുമ്പോൾ നല്ല രസമാണ്. ഓക്കെ, ഡൈ ഇസ് ത്രോൺ, ഫൈൻ പ്രോബബിലിറ്റി ഓഫ് ഫോളോയിങ് ഇവൻസ്. ഈ ഫോളോയിങ് ഇവൻസിൻ്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കണം. ഓക്കെ, എ പ്രൈം നമ്പർ വിൽ ഓക്കർ. നമുക്കറിയാം പ്രൈം നമ്പേഴ്സ് എന്തെല്ലാണ്, വിച്ച് ഡസ് നോട്ട് ഹാവ് എനി ഫാക്ടേഴ്സ്. 2, 3, 5. അത്രയല്ലേ ഉള്ളൂ. പക്ഷേങ്കിൽ 6 വരെ മാക്സിമം പറ്റുള്ളൂ. 2, 5, പിന്നെ 7, 9 എല്ലാം വേണ്ടിക്ക് പറയാം. 9 എന്നല്ല 11 എല്ലാം വേണ്ടിക്ക് പറയാം. പക്ഷേങ്കിൽ എന്താ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമുക്ക് 6 വരെയല്ലേ മാക്സിമം. അപ്പോൾ 1ന് 1 എന്ന് പറയുന്നൊരു ഇതുണ്ട്, പക്ഷേ അത് കൂട്ടൂല. എന്താണ് 1 ആക്ച്വലി കോമ്പോസിറ്റും അല്ല പ്രൈമും അല്ല, അങ്ങനത്തെ ഒരു യൂണീക്ക് നമ്പറാണ് 1. അപ്പോൾ 2, 3, 5 ഇതാണ് 3 കേസസ് എന്ന് പറയുന്നത്. 2, 3, 5, 1, 2, 3, 4, 5, 6. 1 to 6 വരെ ഏത് നമ്പറും കിട്ടാം. കാരണം ഒരു ഡൈയിൽ ഡ്രോ ചെയ്തില്ല. അപ്പോൾ
ഒന്നിക്കൽ ഒരു ഡൈ ത്രോ ചെയ്യുന്ന സമയത്ത് 6 പോസിബിലിറ്റീസ്, ഒന്നിക്കൽ 1 അല്ലെ 2 അല്ലെ 3 അല്ലെ 4 അല്ലെ 5 അല്ലെ 6 ഇതിൽ ഏതെങ്കിലും ഒന്നാ കിട്ടുക. അപ്പോൾ 2 3 5 അപ്പോൾ എന്താ ഗിവൺ ഡിവൈഡ് ബൈ ടോട്ടൽ, അപ്പോൾ 3/6 = 1/2 ബൂം ആൻസർ. അടുത്തത് എന്താ നമ്പർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 വിൽ ഓക്കർ. അപ്പോൾ ഒന്നിക്കൽ 3 അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 3 4 5 6 അപ്പോൾ എന്താ 4 ഡിവൈഡ് ബൈ ടോട്ടൽ 6 അപ്പോൾ എടുപ്പ് ഇതാ 4/6 = 2/3. അടുത്തത് സിമ്പിളായിട്ട് ചെയ്യുന്നുണ്ട്. നമ്പർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 വിൽ ഓക്കർ. അതായത് ഒന്നിക്കൽ 1 അല്ലെങ്കിൽ അതിലും കുറവ്. അതിലും കുറവ് എന്ന് പറയുന്നത് 0 ആണ് അല്ലെങ്കിൽ -1. പക്ഷേ ഇതെല്ലാം വരുമോ? 0 ഉണ്ട് നമ്മളെ ഡൈൻ്റെ മുകളിൽ, ഡൈയിൽ ഇല്ലല്ലോ, -1 ഡൈ ഇല്ല. ആ മാക്സിമം അതായത് മിനിമം നമ്പർ 1 ആണ്. അപ്പോൾ 1 ഉണ്ടാവും. അപ്പോൾ അതെത്രയാണ് 1 ഡിവൈഡ് ബൈ 6 പ്രോബബിലിറ്റി. അങ്ങനത്തെ ഒരു കേസേ ഉള്ളൂ. അടുത്തത് നമ്പർ മോർ ദാൻ 6 വിൽ ഓക്കർ. മോർ ദാൻ 6 എന്ന് പറയുന്നത് അങ്ങനെ ഒരു നമ്പർ ഉണ്ട് കേട്ടോ. നമ്മൾ ഡൈ ത്രോ ചെയ്യുന്നതിൽ 7 അല്ലെങ്കിൽ 8 വരെ കിട്ടും. അങ്ങനെയാണെങ്കിൽ കളി മൊത്തം എന്ന് പറയുന്നത് റൂൾസ് വയലേറ്റ് ആയിട്ട് മറ്റേ അവിടെ നിന്ന് പറയാം അടിയും പിടിയും തുടങ്ങും. അതെന്താ ദാറ്റ് ഈസ് ഈക്വൽ ടു 5. അപ്പോൾ അങ്ങനത്തെ ഒരു ഇല്ല. അപ്പോൾ എന്താ 0 ഡിവൈഡ് ബൈ 6 = പ്രോബബിലിറ്റി 0 ആണ്. ഞാൻ പറഞ്ഞല്ലോ പ്രോബബിലിറ്റി ലൈസ് ബിറ്റ്വീൻ 0 ആൻഡ് 1. അപ്പോൾ 0 ആവും മാക്സിമം പോയാലും 1 ആവും. അതാണ് എ നമ്പർ ലെസ് ദാൻ 6 വിൽ അപ്പിയർ. അപ്പോൾ ഏതല്ല 1 2 3 4 5 6 പറ്റൂല, 6നെ ക്യാൻസൽ. അപ്പോൾ എന്താ 1 2 3 4 5 5/6 ബൂം. ഇത്ര സിമ്പിളായിട്ട് ഓരോ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ. അപ്പോൾ ഇതോടുകൂടി നമുക്ക് ഇന്നത്തെ പാർട്ട് അവസാനിപ്പിക്കാം.